മോശമായിട്ട് പ്രവർത്തിച്ചു. ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്രതികരിക്കേണ്ടത്. വന്നല്ലോ. എവിടെയായിരുന്നു? എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. ആണ് വന്നെയോ? എന്റെ ഈശ്വര, അവന് മനസ്സിലായില്ലെന്ന്. ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത അച്ചു. ഒരിക്കലും അല്ല. ഒരു വർഷം ആ സ്പോട്ടിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോവാണ്, ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോവാണ്. എന്നോട് ഒരാള് മോശമായിട്ട്, അയാളുടെ അശ്ലീലമായിട്ടൊരു രീതിയിൽ നമ്മുടെ ശരീരത്തിനെ പറയുന്നു. ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ എന്ന് തോന്നിയാൽ അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയാനുള്ളൊരു ധൈര്യം നമ്മൾ അപ്പൊ അവിടെ കാണിക്കണം. അവിടെ പ്രതികരിക്കണം. ഒരു വർഷം കഴിഞ്ഞ് അയാൾ എന്നോട് ആ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ നിൽക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ലേ? അതാണ് ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഒരുപാട് സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോ ആ വേദിയിൽ നമ്മളെ കാശ് തന്ന് വിളിക്കണം. അപ്പൊ നമ്മൾ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കണം നമ്മൾ അവിടുന്ന് മാക്സിമം സന്തോഷമായിട്ട്. ഇതെന്താ എങ്ങനെ? പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ പല തവണ ആവർത്തിക്കുമ്പോ സ്പോട്ടിൽ നമുക്ക് പ്രതികരിക്കാം. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അപ്പൊ അത് വൈകിട്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോഴത്തെ കുട്ടികളായാലും രമേശിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അതേപോലെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് സ്പോട്ടിൽ പ്രതികരിച്ചിരുന്നു എങ്കിൽ നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. നീ മോശമാണെന്നൊന്നും അല്ല. എന്താ കുട്ടി മോശമല്ല. അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒരാൾ എന്തിടണം എന്തിടണ്ട എന്നുള്ളത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.